പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാധ്യതയേറുകയാണ്. അമേരിക്കയുടെ യുദ്ധക്കപ്പലായ USS ജോർജ് H.W. ബുഷ് വിമാനവാഹിനി പശ്ചിമേഷ്യയിലെത്തിയതായി US സൈന്യം വ്യക്തമാക്കി. ഇതോടെ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ എണ്ണം 3ആയി. USS ജെറാൾഡ് R. ഫോർഡും USS എബ്രഹാം ലിങ്കണും നിലവിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട്. ഈ യുദ്ധക്കപ്പലുകൾക്കൊപ്പം പിന്തുണയ്ക്കായി മറ്റ് നിരവധി സായുധ കപ്പലുകളും മേഖലയിലെത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് അമേരിക്കയുടെ ഈ നീക്കം. അതിനിടെ ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയെന്ന് അമേരിക്ക അറിയിച്ചു. വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് വെടിനിർത്തൽ നീട്ടിയത്. ഇറാനുമായുള്ള യുദ്ധം ആണവ സംഘർഷമാക്കി മാറ്റാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. സമാധാന കരാറിൽ ഏർപ്പെടാൻ ഇറാന് മുന്നിലുള്ള സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. സാധാരണ നിലയിലുള്ള ആക്രമണങ്ങളിലൂടെ തന്നെ ഇറാന്റെ സൈനിക ശക്തിയെ അമേരിക്ക പൂർണ്ണമായും തകർത്തിട്ടുണ്ടെന്നും അതിനാൽ ആണവായുധങ്ങളുടെ ആവശ്യം ഉന്നയിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു രാജ്യവും ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് തന്റെ നിലപാടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ വ്യോമസേനയും റഡാർ സംവിധാനങ്ങളും പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. നിലവിൽ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം അതിശക്തമാണെന്നും സമയം ഇറാന് അനുകൂലമല്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ വെടിനിർത്തലിന് ശേഷം ആദ്യമായി ടെഹ്റാനിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാൻ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.